ഈ കാതൽ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരു സിനിമ ചെയ്തത്. പുരുഷന്മാരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം, അത്തരം സിനിമകളൊക്കെ വരും. ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ. മെൻ്റലി ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനെയും നേരിടേണ്ടവരാണ്, എല്ലാത്തിനെയും തരണം ചെയ്യേണ്ടവരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ് പോകുന്നതായിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ആൺ സുഹൃത്തിനോടായിരിക്കും കൂടുതൽ കഥകൾ പറയാറ്, പെൺ സുഹൃത്തിനെ കഴിഞ്ഞും. ഇപ്പം എനിക്ക് എല്ലാം പറയാവുന്ന ആൺ സുഹൃത്തുക്കളുണ്ട്, എന്തും പറയാം അവരോട്. എല്ലായിടത്തും ഈഗോ ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ, അതൊന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും, നമ്മളിതൊരു ഡോക്ടറൊന്നും അല്ലല്ലോ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാം. അപ്പോൾ അവൾ എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ജിയോ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്ന് അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നന്നായി അതൊക്കെ ബ്രേക്കപ്പ് ആയത്. ഒരു വള്ളിയാന്നെല്ലാരും പറയുന്നില്ല. എന്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛന്റെ താന്തോന്നിയായ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? ചേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഷൈന ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒന്നുമില്ല, ഒരു ഹഗ് അയച്ചുള്ളൂ. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇല്ല, ഞാൻ ഒരു ഷൈനെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. മീശ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 4 അതിഥികൾ, 4 പേർക്ക് നമസ്കാരം. നമസ്കാരം. മീശ എന്ന് പേര് പറയുമ്പോൾ നമ്മളവർക്ക് മീശ റിലേറ്റഡ് ആണ് എന്ന്, പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്കിലും ഇതൊരു കാടിനെ ബേസ് ചെയ്തിട്ട്, കാട്ടിലെ ആളുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നറിയാം. എന്താണ് മീശ ശരിക്കും? മീശ പേര് പറയുന്ന പോലെ മീശ ആണുങ്ങൾക്കാണല്ലോ ഉള്ളത്. അപ്പോൾ അതൊരു ആണുങ്ങളുടെ കുറിച്ചുള്ള സിനിമയാണ്. ആണുങ്ങളുടെ സൗഹൃദത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയറക്ടറുടെ പറഞ്ഞതനുസരിച്ച് ഈ കാട് എന്നൊക്കെ പറയുന്നത് ഒരു വന്യമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പം അങ്ങനത്തെ ഈ പുരുഷന്മാർക്കുള്ളിലുള്ള ഈ ഒരു വന്യത, വേട്ടക്കാരൻ, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടും കൂടെ ഉള്ള ഒരു കഥയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇത് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന, വളരെ ഒരു കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല സിനിമയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കൂടുതൽ ഇരിക്കുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു ആണുങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്തും മറ്റു കാര്യങ്ങളാണ്, പക്ഷെ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? ഈ കൂട്ടത്തില് ഈ സിനിമയിൽ മീശയില്ലാത്ത ഏക വ്യക്തി ഞാനായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും മീശയില്ല. ക്യാരക്ടർ എന്താണ് ഇത് പറഞ്ഞ പോലെ ഫുൾ മെയിൽ ഓറിയന്റഡ് ആണ്. അപ്പം അതിലൊരു ഒള്ളി ഫീമെയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. 2 ഹക്കീമിന്റെയും ഖദറിന്റെയും അവർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ണിലാലായിട്ടും സുധിച്ചേട്ടനായിട്ടും കോമ്പിനേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്റർവ്യൂലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ജിയോ ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ റെയർ ആയിട്ടാണ് അങ്ങനെ. മേ ബി ലൈക്ക് വൈറ്റ് ഷോട്ടൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൂ. കോമ്പിനേഷനിലെങ്കിലും ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ? സെറ്റിലുണ്ടാവാറുണ്ട്, ട്രോളാനായിട്ടും കളിയാക്കാനായിട്ട് എല്ലാ ദിവസവും അവിടെ ചെല്ലുമെന്ന് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. എനിക്ക് മോസ്റ്റ്ലി കോമ്പിനേഷൻ ഉള്ളത് ഹക്കീമും ഖദീറായിട്ടാണ്. പക്ഷെ എല്ലാവരും വാസ് റിയലി സ്വീറ്റ് ടു മീ. ഭയങ്കര നൈസ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഉണ്ണി ജിയോ സാറിന്റെ മുമ്പത്തെ പടത്തിലുണ്ടായിരുന്നു അല്ലേ? ഫ്രീഡം ഫൈറ്റിൽ ഉണ്ടായിരുന്നു. സാറിന്റെ സിനിമയാണത്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഈ സിനിമയിലേക്ക് വരുമ്പോ എന്താ പറയാനായിട്ടുള്ളത്? ചോദിച്ചു വന്നതാണ്. അല്ല, ചാൻസ് ചോദിക്കും, നമുക്ക് ചാൻസ് ചോദിക്കാതൊന്നും പടങ്ങൾ കിട്ടാനുള്ള ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്തോ പൊട്ടിയും തോന്നും, കുഴപ്പമില്ല. അപ്പം നമ്മൾ എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ചാൻസ് ചോദിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ജോസഫ് ഏട്ടൻ ആഡ് കാണുന്നത് ഞങ്ങളൊരു ആഡ് ചെയ്തായിരുന്നു, ഒരു പരസ്യം ചെയ്തപ്പോൾ നമ്മൾ പുള്ളിനെ പരിചയപ്പെടുന്നതും പിന്നെ പുള്ളിയായിട്ടുള്ളൊരു കോൺടാക്റ്റും ഉണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളി ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു അല്ലേ, ഒരു വേറെ പടം അനൗൺസ് ചെയ്തായിരുന്നു. അത് കോവിഡ് ആ സമയത്ത് എന്തോ പിന്നെ നടന്നില്ല. ആ പടത്തിൽ ഓൾറെഡി ഞാൻ ചാൻസ് വെച്ചായിരുന്നു, അപ്പോൾ അതിൽ കിട്ടിയില്ല, ആ പടം നടന്നുമില്ല. അപ്പോൾ ഈ പടത്തിൽ പുള്ളി
ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു, കാരണം വികൃതി പോലുള്ള നല്ല നല്ല സിനിമകളും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിന് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ ഭയങ്കര വിഷ്വലി നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിലുണ്ട്. നമുക്ക് ആ ഒരു വിഷ്വലി എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരുപാട് ഇമോഷൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കുറേ ഇമോഷൻസ് ഉണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള ഹാർഡായിട്ടുള്ള കോറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛൻ്റെ ഒരു താന്തോന്നിയായ മോൻ. രേഖ പോലുള്ള ഇത്രയും നല്ല സിനിമകൾ ചെയ്ത ഉണ്ണിക്ക് ചാൻസ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പം ചാൻസ് ഇപ്പം ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പഴയ പോലെയല്ല, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽ നമ്മൾ കോമ്പറ്റീഷനാണ്, ചോദിക്കാതെ നമുക്ക് ഒരിക്കലും ചാൻസ് കിട്ടില്ല. ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയോ ചേട്ടൻ ഞാനിപ്പോൾ ഒരു പടം കഴിഞ്ഞുള്ളൂ, ഞാൻ ജിയോ ചേട്ടൻ പറഞ്ഞ അടുത്ത പടത്തിൽ നായകനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല തരുമോന്ന്. ചേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ നായിക. അപ്പൊ അടുത്ത പടത്തിന്റെ അടുത്ത് സെറ്റായി. ഈ അവസരം ഒരു ചാൻസ് ചോദിക്കാനുള്ള അവസരമായിട്ട് തരുന്നു ജിയോ ചേട്ടന്റെ അടുത്ത സിനിമ. ഞാൻ ഇതിന് ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. അപ്പൊ പിന്നെ ഇതും ഫിക്സാ. ഇനി ഞാനോട് വിളിച്ച് ചോദിക്കാനൊന്നും. ഞാൻ ആ ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുജേട്ടാ, സൗഹൃദങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണ്. സുജേട്ടന്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര സൗഹൃദങ്ങളുള്ള ആളാണ് ഞാൻ. അത് പിന്നെ സിനിമ മാത്രമല്ല, ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഞാൻ. അത് ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദമല്ല, മനസ്സിലായി. നല്ല സൗഹൃദങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സൗഹൃദങ്ങളാണ് ഞാൻ ഫസ്റ്റ്. എനിക്ക് അത്യാവശ്യം കൂടുതൽ ഈ സിനിമ പറയുന്ന പോലെ തന്നെ കൂടുതൽ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് സൗഹൃദം ആരുടെ കൂടെ ഉള്ളതായിരിക്കും? അങ്ങനെയല്ലെന്ന്. ഇത് ശരിക്കും ഞാൻ എപ്പോഴും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിലെ സൗഹൃദം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പാരലോ തൊട്ട് ജസ്റ്റ് പുറകിലോ ഉണ്ടെങ്കിലുള്ള സൗഹൃദം. കുറെ പുറകിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദം കുറച്ച് കട്ടാകാൻ ചാൻസ് കാണും. സിനിമ മാത്രമല്ല, ഇപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന ആണെങ്കിൽ പോലും ആ സ്കൂൾ സൗഹൃദങ്ങളിലുണ്ട് ഇത്. അയാളിപ്പോ ഒരു എന്റെ കൂടെ പഠിച്ച ഡോക്ടർ ആണെങ്കിൽ ഞാൻ പറയാം എന്റെ ഫ്രണ്ടാ ഇല്ലേ. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന ആളെങ്കിൽ ഒരു ജേണി, അതായത് നമ്മൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കും, പ്രൊഫഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു സൗഹൃദം ഉണ്ടാവും. പണ്ട് മറന്നു ചില തെറ്റിദ്ധാരണയുടെ പേര് അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അതിൽ ആരെങ്കിലും സുഹൃത്തുക്കളെ ഇപ്പം മീറ്റ് ചെയ്യണമെന്ന് വല്ല ആഗ്രഹമുണ്ട്? ഇല്ല, അങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല. അല്ല, അങ്ങനെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സൗഹൃദം എപ്പോഴും വിളിക്കും. ചിലപ്പോ കുറെ ഒരു 5 വർഷം മുമ്പുള്ള ചില സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇത്തിരി വിളി കുറവായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ജോലിക്ക് അറിയാൻ പറ്റും, ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. സിനിമയിൽ എപ്പോഴും നമ്മൾ പണിയെടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ വരും. അതൊരു അത് ഞാൻ പറഞ്ഞില്ലേ, യാത്ര ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമ്മൾ പാരലാണെങ്കിലും പുറകിലാണെങ്കിലും കുറെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദങ്ങളൊക്കെ ഇത്തിരി കുറഞ്ഞു നിന്നിരിക്കും. അങ്ങനെ ജിയോ സാറിന് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പുരുഷന്മാരുടെ ഫീലിങ്സിനെ പറ്റിയും അല്ലെങ്കിൽ കാതലിന്റെ കോറ് സിനിമയിൽ എടുക്കുകയാണെങ്കിൽ 2 സ്വവർഗ അനുരാഗികളുടെ കഥകളൊക്കെ പറയുന്നതാണ്. എപ്പോഴും നമ്മൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, സ്ത്രീകളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സാറിന് സിനിമയിൽ കുറച്ചുകൂടെ പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിലാണോ ഉള്ളത്? അതെ, ഞാൻ അങ്ങനത്തെ ഈ കാതൽ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരു സിനിമ ചെയ്തത്. പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം. അത്തരം സിനിമകളൊക്കെ വരും ഇനി അങ്ങനെയൊക്കെയുള്ള സിനിമകളായിരിക്കും ഇനി ഉണ്ടാവും. എല്ലാ സിനിമകളും എന്നല്ല, നമ്മൾ പുരുഷന്മാരെ ഇത്രയും കാലം സിനിമയിൽ ട്രീറ്റ് ചെയ്തത് വേറൊരു തരത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അതിൻ്റെയൊക്കെ സൂചനകളൊക്കെ വന്നല്ലോ അല്ലേ. ഇപ്പോൾ
കുമ്പളങ്ങി നൈറ്റ്സ് എടുത്ത് നോക്കിയാലും അല്ലേ, അതിലൊക്കെ പുരുഷന്മാരുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് വൈ വി ആർ ലൈക്ക് ദിസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആണുങ്ങൾ ഇങ്ങനെയാവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ, മെൻ്റലി ഇഷ്യൂസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും സിനിമയിൽ. ഈ പെണ്ണുങ്ങൾക്ക് സങ്കടം വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീലിങ്സ് വന്നാൽ അവർ പ്രകടിപ്പിക്കും. ഇപ്പം സങ്കടമാണെങ്കിൽ കരഞ്ഞു തീർക്കുമെന്ന് പറയും. ആണുങ്ങളുടെ അത്തരം ഫീലിങ്സിനെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിന്ന് സർവൈവ് ചെയ്തെടുക്കുന്നത്? എന്തോ എനിക്ക് തോന്നുന്നത് കുറച്ച് ഈ സാധാരണ ആൾക്കാരെല്ലാം കരയും അല്ലേ, സങ്കടം വന്ന ആണുങ്ങളും കരയും. പക്ഷേ ഈ പ്രകടമായി കരയുന്ന ആണുങ്ങൾ ചിലപ്പോൾ മേ ബി നമ്മൾ കംഫർട്ടായിട്ടുള്ള അടുത്ത് കരയും. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോ എൻ്റെ വൈഫിൻ്റെ അടുത്തോ ഒന്നും കരയുന്നതിന് അല്ലേ അതൊന്നും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് ആണുങ്ങൾ. അവരങ്ങനെ യൂസ്ഡ് അല്ല. വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിനെയും നേരിടേണ്ടവരാണ്, എല്ലാത്തിനെയും തരണം ചെയ്യേണ്ടവരാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ് പോകുന്നതായിരിക്കാം. ആ സമൂഹത്തിൽ അങ്ങനെ വെപ്പുണ്ടല്ലോ, ആണുങ്ങൾ ഒരുപടി കൂടുതൽ. അത് ചില സമയത്ത് അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ. അങ്ങനെ വെപ്പ് മാത്രം പോരല്ലോ, അതിന്റെ പ്രാക്ടിക്കലി അങ്ങനെ ആവണ്ടേ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. നമ്മളിതൊരു ഡോക്ടറൊന്നും അല്ലല്ലോ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാം. നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ചില കാര്യം ഇങ്ങനെ മനസ്സിലാവുന്നു, പല പല എക്സാമ്പിൾസ് ഇന്നും നമ്മുടെ കൂട്ടുകാർക്കും നമുക്കും ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നൊക്കെ. അപ്പൊ നമുക്ക് തോന്നുകയാണ് ആണുങ്ങളെ എന്താ പറയാ ഇഷ്യൂസ് കുറെ കൂടെ അഡ്രസ്സ് ചെയ്യപ്പെടണം, അപ്പൊ കുറെ കൂടെ ശരിയാവും എന്നൊക്കെ. ഈ പെണ്ണുങ്ങളുടെ സൗഹൃദത്തിൽ അത്യാവശ്യം കുശുമ്പ് കുഞ്ഞായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സൗഹൃദത്തിൽ അങ്ങനെ ഈഗോ പ്രോബ്ലംസോ കുശുമ്പ് പറച്ചലോ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ആണുങ്ങളിൽ അങ്ങനത്തെ ഈഗോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എല്ലാരും പറഞ്ഞാൽ കേട്ടില്ല, പൊതുവെ തിരുവനന്തപുരത്ത് അങ്ങനത്തെ ആൾക്കാരാണ് ഇവരിങ്ങനെ. എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലായിടത്തും ഈഗോ ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ, അതൊന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ആണുങ്ങളുടെ സൗഹൃദം കുറെ കൂടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു അല്ലെ. ഇപ്പൊ ഒരുമാതിരി ആവശ്യമില്ലാത്തോ ആവശ്യമുള്ളതോ എല്ലാം ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയാ, ഇപ്പൊ എനിക്ക് എല്ലാം പറയാവുന്ന ആൺ സുഹൃത്തുക്കളുണ്ട്, എന്തും പറയാമോ അവരോട്. അതിപ്പോ പെണ്ണുങ്ങൾക്കും കാണുമില്ലേ, നിങ്ങൾക്കില്ലേ, നിങ്ങൾക്ക് എല്ലാം ഷെയർ ഉണ്ട്. പക്ഷെ നമ്മളെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഭയങ്കര വലുതാണ് ഇപ്പോഴത്തെ കാലത്ത്, ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ആൺ സുഹൃത്തിനോടായിരിക്കും കൂടുതൽ കഥകൾ പറയാറ്, പെൺ സുഹൃത്തിനെ കഴിഞ്ഞും. അപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ സൗഹൃദം വരുന്നത് തന്നെ. ഇപ്പൊ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാളെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോവും. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ ഓക്കെ സെറ്റാവും വരുമ്പോഴേ. അങ്ങനെ ആൾക്കാർ നമ്മുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് അവർ ട്രാവൽ ചെയ്യുന്ന സെറ്റാവും. സിനിമ ഇഷ്ടപ്പെടുന്ന സൗഹൃദം, അതാണ് ഈ സിനിമയിലെ സൗഹൃദം എന്ന് പറയുന്നില്ലേ. നമ്മള് സിനിമ ഇഷ്ടപ്പെടുന്നോണ്ടാ ഞങ്ങള് പല സ്ഥലത്തുനിന്ന് ഇപ്പൊ ജീവനൊക്കെ കോട്ടയത്ത് ലാലു ഉണ്ണി കോട്ടയം ഇതൊക്കെ വന്ന് സെറ്റാകുന്നത് എന്തുകൊണ്ടാണ്? എറണാകുളത്ത് വന്നിട്ട് ആ ഇഷ്ടമുള്ളവർ എറണാകുളത്ത് വരുന്നത് ഇല്ലേ സിനിമ. അങ്ങനെ ഇഷ്ടങ്ങളുള്ളവര് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരെ ഒരു പരിധിക്കപ്പുറം നമുക്ക് എപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇല്ലേ, അതെ. ഇപ്പൊ തന്നെ ഒരു ആൺ സുഹൃത്തിനോട് പറയുന്നത് എന്താ, അവനെ വിളിച്ചാൽ കുറച്ച് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ കുറച്ച് ഹാപ്പിനെസ് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പൊ അത് തന്നെ ആൺ പെണ്ണ് വ്യത്യാസം ഇല്ലാതെ അല്ലെ, നമുക്ക് ആരെ വിളിച്ചാലാണോ കുറച്ച് സന്തോഷം ഉണ്ടാകുക അവരെ തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും ആശ്രയിക്കുക. തീർച്ചയായിട്ടും. ഈ മീശയിലേക്ക് വരികയാണെങ്കിൽ മീശ എപ്പോഴും ഒരു പൗരുഷത്തിന്റെ ഇതാണ് എന്നുള്ളത് പറയും. ഇവിടെ മീശ ഇല്ലാതെ അഭിനയിച്ച ഒരാളുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേര് അല്ല ഇപ്പൊ കാണുമ്പോ മീശ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെയല്ല സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല ഉണ്ണിയുടെ ഇതിനു മുമ്പ് മീശ ഇല്ലാതെ ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട് അല്ലേ, 1-2 പടങ്ങളെന്തോ അങ്ങനെയുണ്ട്. മീശ ഇല്ലാണ്ട് അഭിനയിക്കും. അപ്പൊ ഇത്തരം പൗരുഷന്മാര് കൂടെ നിൽക്കുമ്പോൾ മീശ ഇല്ലാണ്ട് അഭിനയിക്കും. എനിക്കെന്താ വീഴ്ചയില്ലാതെന്ന് ചോദിച്ചില്ല. അല്ല അത് സത്യം പറഞ്ഞാൽ അങ്ങനല്ല. വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പടം വന്നപ്പോൾ അപ്പൊ അതിൽ ആക്ച്വലി മീശ വേണമായിരുന്നു. പക്ഷെ ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വന്നപ്പോൾ 2 പടത്തിലും മീശ ഇല്ലാതെ അഭിനയിക്കേണ്ട സിറ്റുവേഷൻ കൊണ്ട് മീശ ഇല്ലാതായപ്പോൾ. അല്ലെങ്കിൽ ഞാൻ മീശ വെച്ച് തന്നെ അഭിനയിക്കേണ്ട സിനിമയാണ്. അത്ര പഞ്ചില്ല അതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ക്യാരക്ടർ ഇപ്പൊ എല്ലാവർക്കും മീശയുണ്ട്, എനിക്ക് തോന്നുന്ന മീശ ഇല്ലാത്തതുകൊണ്ട് സംതിങ് ഡിഫറെന്റ് ആയി കിടക്കട്ടെ അല്ലേ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട്
നല്ലതായിരിക്കും അങ്ങനെ ചിന്തിച്ചു. ഇപ്പം ഇതില് പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തതാണ് ഷൈൻ ടോം ചാക്കോ. അപ്പം ഈ സൗഹൃദങ്ങളെ പറ്റിയും സങ്കടങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞൊരു കരച്ചിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ളത്. ആ ഒരു വീഡിയോ സാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ശരിക്കും മനസ്സിലായി? ഞാൻ അങ്ങനെ ഷൈൻ ടോം ചാക്കോ കരയുന്ന വീഡിയോ ഞാൻ കണ്ടില്ല. ഞാൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അതിനുശേഷമുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടു. ഞാൻ ഷൈൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒന്നുമില്ല, ഒരു ഹഗ് അയച്ചുള്ളൂ. എനിക്ക് അത്രയും പറയാനുള്ളൂ. അയാളെ നമ്മൾ ചേർത്ത് നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല ഷൈനെ. അതിനുശേഷം കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഒരു ഷൈനെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെയും. ഇപ്പൊ ഞങ്ങൾ ഈ സിനിമയിൽ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ല. അയാളെ എനിക്ക് കാണുന്നുണ്ട്. എത്രയും വിട്ട് കാണാൻ സാധിക്കട്ടെ. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കാണേണ്ടിവരും. ഓക്കെ. അപ്പം ഈ സാർ പറഞ്ഞ പോലെ ആണുങ്ങളുടെ സങ്കടത്തെ പറ്റിയാണ് ഞാൻ അപ്പോഴും ആലോചിച്ചത്. സാർ ഇപ്പം പറഞ്ഞപ്പോഴും എൻ്റെ തോട്ട്സ് അങ്ങോട്ടേക്കാണ് പോയത്. പൊട്ടിക്കരയേണ്ട അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും പൊട്ടിക്കരയുന്ന ഒരു ആൺ സമൂഹവും നമുക്ക് ഇപ്പോഴത്തെ കാലത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആളുകളെ എപ്പോഴും പൊട്ടിക്കരയും. അല്ല, ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്നും അങ്ങ് പൊട്ടിക്കരയോ? ഇല്ല, അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ വാഷ്റൂമിൽ പോകത്തില്ലേ? തീർച്ചയായിട്ടും ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ആണുങ്ങൾ കരയാൻ പാടില്ല. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ മാറി ആണുങ്ങൾ കരയും അല്ലേ? ഇപ്പൊ 5-10 വർഷം മുന്നേ ഉള്ള പോലെ അല്ല. ഇപ്പൊ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ പെൺകൊച്ചിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു. എന്റെ ടീനേജ് ബ്രേക്കപ്പ് ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ അവൾ എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ജിയോ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്ന് അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞ നന്നായി അതൊക്കെ ബ്രേക്കപ്പ് ആയത്, അത്രയും കരയുന്നവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു 10 വർഷം മുന്നേ. ഇന്നൊരു അമ്മ അങ്ങനെ പറയണം. ചിലപ്പോ ഒരു സാധാരണ അമ്മയാണ് അവൻ എന്തെങ്കിലും അത്രയും വിഷമമായിട്ടുണ്ടാവുന്നതായിരിക്കും കരഞ്ഞെന്ന് പറയും അല്ലേ? അപ്പൊ ഈ ഇത് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ട്, മാറുന്നുണ്ട്. ഈ കാടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ നാട് ഇടുക്കിയ. ഞാൻ കോട്ടയത്താണ് പഠിച്ച സമയത്ത് എന്നോട് ചോദിക്കുക, നിന്റെ വീട് കാട്ടിലല്ലേ, വള്ളി തൂങ്ങിയാണോ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് കാട് എന്നും കണക്റ്റഡ് ആണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കാടാണ്. അപ്പോൾ കാടെന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്നൊരു നിഗൂഢതയുണ്ട്. ആ ഒരു നിഗൂഢത ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതുണ്ടോ? ഈ പടത്തിലുണ്ട്. ഈ പടത്തിൻ്റെ നമ്മൾ അഭിനയിച്ച മാത്രമല്ല, ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു തിയേറ്ററിൽ തന്നെ കണ്ട, എല്ലാ സിനിമയെ കുറിച്ച് അങ്ങനെ തന്നെ പറയും, പക്ഷെ തിയേറ്ററിൽ തന്നെ കണ്ട ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ആയാലും എൻ്റെ ആർട്ടായാലും എൻ്റെ ക്യാമറ എല്ലാം അങ്ങനത്തെ ഒരു വിഷ്വൽ എല്ലാം ഭംഗിയുള്ളൊരു പടമായിരിക്കും. അപ്പൊ കാട് വെറും ഒരു കാട് അല്ല, കാടിന്റെ കുറച്ച് ഏരിയ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. ഇതിൽ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് ഒരു മാനിനെ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ മാൻ എന്താണ്? ഇത്രയും ആൾക്കാരിൽ ഒരു പ്രാധാന്യം ഉണ്ടോ അതോ? അങ്ങനെയാണ് കഥ മൊത്തം പറയേണ്ടി വരും. കാര്യം പറയുകയാണെങ്കിൽ അല്ലെ, പോസ്റ്ററിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചാണ് മാനിന്റെ പിന്നിൽ ഒരു കഥയുണ്ടോ? മാനും ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഇനി ഒരുപാട് ഡീകോഡ് ചെയ്ത ലാസ്റ്റ് കഥ പറഞ്ഞു എണീപ്പിച്ചിടും തോന്നുന്നു. ഈ വള്ളി ഒരു ആലിന്റെ പോലത്തെ ഒരു ഇതിൽ കണ്ടു പോസ്റ്ററിൽ. അപ്പോൾ അതിൽ കുറേ ശിഖരങ്ങളുണ്ട്. അതൊക്കെയും ഓരോ കഥാപാത്രത്തെയാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനൊക്കെ ചോദിച്ചാ സത്യത്തില് അവിടെ പെർമിഷൻ കിട്ടിയുള്ളൂ. MC ശരിക്കും തെങ്ങിന്റെ ഓടിച്ച് ഷൂട്ട് ചെയ്യുന്ന സീനായിരുന്നു. അത് കിട്ടിയതുകൊണ്ട് നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ പ്ലേസ് ചെയ്യുക. അപ്പം ഇതിൽ ഞാൻ നോക്കിയപ്പം ഹക്കീമിന്റെ തലയോട് ചേർന്നിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വന്യമായ സംഗതികളൊക്കെ ആയിരിക്കും അല്ലേ? എന്താണെന്നറിയില്ല. പുള്ളിയെ അതിനെ കുറിച്ച് ശരിക്കും അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന, അത്യാവശ്യം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ചെയ്യുന്ന, എഴുതുന്ന ഒരാളെ MC. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ കാണും. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് സത്യത്തിൽ. അല്ല, ഹക്കീമിന്റെ തല മുടിക്ക് പകരം മരങ്ങളാണ്, മരങ്ങളൊക്കെയാണ്. വള്ളിയെന്നാലും പറയുന്നില്ല. അതുകൊണ്ട് ചിലപ്പോ ഹാക്കിന് ഉദ്ദേശിച്ചായിരിക്കും. ഹക്കീം ഇത് കണ്ട. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ക്യാരക്ടറിന് എത്രത്തോളം ഇതിനെല്ലാം ഇടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇത്ര വേറെ കൂടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? കോളനി
ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ എന്നിട്ട് MC സാർ ഇത് പറഞ്ഞ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അടുത്ത് പറഞ്ഞു, ഒന്ന് സ്ട്രീറ്റ്സിലൊക്കെ നടന്നിട്ട് ആൾക്കാരെ വാച്ച് എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ ബിഹേവ് ചെയ്യണം, അവരുടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോർട്ട് കൊച്ചി സ്ലാങ് ആയിരുന്നു, അപ്പം അതും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സ്ഥലം കണ്ണൂര്. സ്ലാങ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. സ്വന്തമായിട്ട് തന്നെയല്ലേ ഡബ് ചെയ്തിരിക്കുന്നത്, അപ്പം കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്നിരുന്നാലും സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു പെണ്ണിനെ കഴിഞ്ഞ് ഉപരി പുരുഷന്മാരുടെ സൗഹൃദമാണ് കാണാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു.